നമസ്കാരം. ക്യൂ മലയാള UK ന്യൂസിലേക്ക് സ്വാഗതം. UK-യിലെ കുടിയേറ്റ നയങ്ങളിൽ സമഗ്രമായ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചു. ഒരു വർഷത്തിലധികം അസൈലം അപേക്ഷകളുമായി കാത്തുനിൽക്കുന്ന 21,000 പേർക്ക് തൊഴിൽ അനുമതി നൽകുന്ന പുതിയ നടപടികൾ നടപ്പിലാക്കും. ഹോട്ടലുകളിൽ കഴിയുന്നവരുടെ എണ്ണം കുറയ്ക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത്. നിലവിൽ അസൈലം പിന്തുണയിൽ കഴിയുന്ന 30,600 പേർ ഹോട്ടലുകളിലും 1,07,000 പേർ മറ്റ് താമസ സൗകര്യങ്ങളിലും കഴിയുന്നു. ഡിസ്പേഴ്സൽ അക്കോമഡേഷനിൽ താമസിക്കുന്നവർക്ക് ആഴ്ചയിൽ 48 പൗണ്ട് ലഭിക്കുമ്പോൾ ഹോട്ടലുകളിൽ താമസിക്കുന്നവർക്ക് ലഭിക്കുന്നത് 9.95 പൗണ്ട് മാത്രമാണ്. ഈ മാറ്റങ്ങളുടെ ഭാഗമായി ജൂൺ മുതൽ നിയമം ലംഘിക്കുന്നവർ, അനധികൃതമായി ജോലി ചെയ്യുന്നവർ, സ്വന്തമായി ജീവിക്കാൻ കഴിവുള്ളവർ എന്നിവർക്ക് സർക്കാർ സഹായം നിർത്തലാക്കും. കൂടാതെ വിദേശ കുറ്റവാളികൾക്ക് UK-യിൽ പ്രവേശനം നിഷേധിക്കാനും നിലവിലുള്ള നിയമങ്ങൾ വിപുലീകരിക്കും. ഒരു വർഷത്തിൽ കൂടുതൽ തടവ് ശിക്ഷ ലഭിക്കുന്നവരെ ഓട്ടോമാറ്റിക്കായി നാടുകടത്താൻ ഇത് സഹായിക്കും. ടാക്സ് പണം ദുരുപയോഗം ചെയ്യുന്നവരെയും നിയമം ലംഘിക്കുന്നവരെയും ഹോട്ടലുകളിൽ നിന്ന് പുറത്താക്കുമെന്നും നിയമങ്ങൾ പാലിക്കുന്നവർക്ക് മാത്രമായി സഹായം പരിമിതപ്പെടുത്തുമെന്നും ഹോം സെക്രട്ടറി ഷബാന മഹ്മൂദ് വ്യക്തമാക്കി. അതേസമയം സുഡാൻ, അഫ്ഗാനിസ്ഥാൻ, മ്യാൻമാർ, ക്യാമറൂൺ എന്നീ യുദ്ധമേഖലകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് വിസ നിഷേധിക്കുന്നത് ചാനൽ വഴി അനധികൃതമായി കടന്നുവരുന്നവരുടെ എണ്ണം വർദ്ധിപ്പിക്കുമെന്ന് ക്യാമ്പയിനർമാർ മുന്നറിയിപ്പ് നൽകുന്നു. സുരക്ഷിതവും നിയമപരവുമായ ബദൽ മാർഗങ്ങൾ കുറവാണെന്ന് വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. അഭയം തേടുന്നവർ മനുഷ്യക്കടത്തുകാരുടെ വലയിൽ വീഴാൻ ഇത് കാരണമായേക്കാമെന്നും അവർ പറയുന്നു. UK അതിർത്തികളിൽ ക്രമീകരണവും നിയന്ത്രണവും പുനഃസ്ഥാപിക്കുമെന്നും രാജ്യത്തിൻ്റെ ഔദാര്യം ദുരുപയോഗം ചെയ്യാൻ അനുവദിക്കില്ലെന്നും ഷബാന മഹ്മൂദ് കൂട്ടിച്ചേർത്തു. നിയമപരമായ വിസകളിൽ നിന്ന് അസൈലം ക്ലെയിം ചെയ്യുന്നവരിൽ 4/1 പേർ കഴിഞ്ഞ വർഷം UK-യിലെത്തിയത് പുതിയ നിയമങ്ങളുടെ ലക്ഷ്യങ്ങളിലൊന്നാണ്. എപ്സ്റ്റീൻ ഫയലുകളുടെ 50,000 പേജുകൾ ഈ ആഴ്ച പുറത്തുവരുന്നു. ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ജെഫ്രി എപ്സ്റ്റീനുമായി ബന്ധപ്പെട്ട 50,000 കാണാതായ ഫയലുകൾ ഈ ആഴ്ചയോടെ പുറത്തുവിടാൻ ഒരുങ്ങുന്നു. നീണ്ട അവലോകനത്തിന് ശേഷം ഈ ഫയലുകൾ പ്രസിദ്ധീകരിക്കാൻ സാധ്യതയുണ്ട്. ചില ഫയലുകളിൽ ഡൊണാൾഡ് ട്രംപിനെതിരായ ഗുരുതരമായ ആരോപണങ്ങളും ഉൾപ്പെടുന്നു. 2019 FBI-ക്ക് നൽകിയ അഭിമുഖത്തിൽ 13 വയസ്സുള്ള ഒരു സ്ത്രീയെ എപ്സ്റ്റീൻ വഴി പരിചയപ്പെട്ട ശേഷം ട്രംപ് ലൈംഗികമായി ഉപദ്രവിച്ചതായി ആരോപിക്കപ്പെടുന്നു. ഈ ആരോപണങ്ങൾ ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ല. ട്രംപിന് എപ്സ്റ്റീൻ്റെ കുറ്റകൃത്യങ്ങളെക്കുറിച്ച് അറിവുണ്ടായിരുന്നില്ലെന്ന് അദ്ദേഹം നിഷേധിച്ചിട്ടുണ്ട്. അമേരിക്കൻ നീതിന്യായ വകുപ്പ് ഇതുവരെ എപ്സ്റ്റീനെക്കുറിച്ചുള്ള 6 ദശലക്ഷം രേഖകളിൽ 3 ദശലക്ഷം മാത്രമാണ് പുറത്തുവിട്ടിട്ടുള്ളത്. എന്നാൽ 47,635 ഫയലുകൾ കൂടുതൽ പരിശോധനയ്ക്കായി മാറ്റിവെച്ചിരിക്കുകയാണെന്നും അവ ഈ ആഴ്ചയോടെ ലഭ്യമാകുമെന്നും DOJ വക്താവ് അറിയിച്ചു. ഈ ഫയലുകളിൽ തെറ്റായതും നാടകീയവുമായ വിവരങ്ങൾ ട്രംപിനെക്കുറിച്ചുണ്ടെന്ന് DOJ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഡെമോക്രാറ്റുകൾ ഈ ഫയലുകൾ നിയമവിരുദ്ധമായി തടഞ്ഞുവെച്ചുവെന്ന് ആരോപിച്ച് നീതിന്യായ വകുപ്പിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് അംഗം നാൻസി മേസ് അറ്റോർണി ജനറൽ പാം ബോണ്ടിയെ ചോദ്യം ചെയ്യാൻ നടപടി സ്വീകരിച്ചു. ഈ ഫയലുകളിൽ കൂടുതൽ വിവരങ്ങൾ വരാനിരിക്കുന്നുണ്ടെന്നും യഥാർത്ഥ സത്യം ഇനിയും പുറത്തുവരാനുണ്ടെന്നും അവർ പറഞ്ഞു. മുൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ, മുൻ സ്റ്റേറ്റ് സെക്രട്ടറി ഹിലാരി ക്ലിന്റൺ തുടങ്ങിയ പ്രമുഖർ ഇതിനകം കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിട്ടുണ്ട്. ഓക്സ്ഫോർഡ് മലയാളി ഷിജോ ജേക്കബ് ഹൃദയാഘാതത്താൽ നാട്ടിൽ അന്തരിച്ചു. ഓക്സ്ഫോർഡിലെ പ്രമുഖ മലയാളി സാമൂഹിക പ്രവർത്തകനും ഓക്സ്ഫോർഡ് പള്ളിയിലെ കൈകാരനുമായിരുന്ന ഷിജോ ജേക്കബ് ഹൃദയാഘാതത്തെ തുടർന്ന് നാട്ടിൽ വെച്ച് നിര്യാതനായി. പിതാവിൻ്റെ 1ാം ചരമവാർഷിക ചടങ്ങുകളിൽ പങ്കെടുക്കുന്നതിനായി കുടുംബത്തോടൊപ്പം നാട്ടിലെത്തിയതായിരുന്നു ഷിജോ. UK-യിലേക്ക് മടങ്ങാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നെങ്കിലും ഇറാൻ-ഇസ്രായേൽ സംഘർഷത്തെ തുടർന്ന് വിമാന സർവീസുകൾ റദ്ദാക്കിയതിനാൽ യാത്ര മുടങ്ങി. ഇതിനിടെയാണ് അപ്രതീക്ഷിതമായി ഹൃദയാഘാതം സംഭവിച്ച് ഷിജോ മരണപ്പെട്ടത്. സാമൂഹിക പ്രവർത്തനങ്ങളിലും കാരുണ്യ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിന്നിരുന്ന ഷിജോ എല്ലാവർക്കും പ്രിയങ്കരനായിരുന്നു. ഷിജോയുടെ മരണം അറിഞ്ഞ ഉടൻ തന്നെ ചൊവ്വാഴ്ച ഓക്സ്ഫോർഡ് ബെറിൻസ്ഫീൽഡ് പള്ളിയിൽ നടന്ന അനുസ്മരണ ശുശ്രൂഷയിൽ ഫാദർ സോണി ജോർജ് നേതൃത്വം നൽകി. ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥനകൾ നേർന്നു. ഷിജോ ജേക്കബ് 2006-ലാണ് UK മലയാളിയായി എത്തുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ സാമ്പത്തികമായി സഹായിക്കുന്നതിനായി ഒരുമ അസോസിയേഷനും സുഹൃത്തുക്കളും ചേർന്ന് ധനസമാഹരണം ആരംഭിച്ചിട്ടുണ്ട്. GoFundMe വഴിയാണ് സഹായം സമാഹരിക്കുന്നത്. ഇന്ന് വൈകിട്ട് 4 മണിക്ക് ഷിജോയുടെ സംസ്കാര ചടങ്ങുകൾ ഹോളി ഫാമിലി ചർച്ച് വേനപ്പാറ വെച്ച് പൂർത്തിയാകും. ഇറാനിയൻ യുദ്ധക്കപ്പൽ അമേരിക്കൻ ആക്രമണത്തിൽ തകർന്നു. മേഖലയിൽ സംഘർഷം മൂർച്ഛിക്കുന്നു. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ ശ്രീലങ്കൻ തീരത്തിനടുത്ത് ഒരു ഇറാനിയൻ യുദ്ധക്കപ്പൽ അമേരിക്കൻ അന്തർവാഹിനി ടോർപിഡോ ഉപയോഗിച്ച് തകർത്തത് പശ്ചിമേഷ്യയിലെ സംഘർഷം അതീവ ഗുരുതരമായ ഘട്ടത്തിലേക്ക് നയിച്ചിരിക്കുകയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഈ ശക്തമായ ആക്രമണത്തിൽ കുറഞ്ഞത് 80 പേരെങ്കിലും കൊല്ലപ്പെട്ടതായി ശ്രീലങ്കൻ വിദേശകാര്യ മന്ത്രാലയം പ്രാഥമിക വിവരം നൽകുന്നു.
കിഴക്കൻ ഇന്ത്യയിലെ ഒരു തുറമുഖത്ത് നിന്ന് ഇറാനിലേക്ക് മടങ്ങുകയായിരുന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ടോർപിഡോ ഉപയോഗിച്ച് ഒരു ശത്രു കപ്പൽ മുക്കുന്നത് ഇതാദ്യമായാണെന്ന് US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെത്ത് അവകാശപ്പെട്ടു. അമേരിക്കൻ പ്രതിരോധ വകുപ്പ് പുറത്തുവിട്ട ദൃശ്യങ്ങളിൽ ടോർപിഡോ ഏറ്റ കപ്പൽ കടലിൽ മുങ്ങിത്താഴുന്ന ഭയാനകമായ കാഴ്ചകളുണ്ട്. 20-ലധികം ഇറാനിയൻ കപ്പലുകൾ അമേരിക്ക തകർക്കുകയോ മുക്കുകയോ ചെയ്തതായി US സെൻട്രൽ കമാൻഡ് അറിയിച്ചിട്ടുണ്ട്. അതേസമയം ഇറാൻ തൊടുത്ത ബാലിസ്റ്റിക് മിസൈൽ തങ്ങളുടെ വ്യോമപരിധിക്ക് സമീപം വെടിവെച്ചിട്ടതിനെ തുടർന്ന് തുർക്കി ഇറാനിയൻ അംബാസഡറെ വിളിച്ചുവരുത്തി പ്രതിഷേധമറിയിച്ചു. നാറ്റോ സഖ്യകക്ഷികൾ തുർക്കിക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമർ ഈ സൈനിക നടപടിക്കെതിരെ ശക്തമായി പ്രതികരിക്കുകയും ഈ യുദ്ധത്തിന് നിയമപരമായ അടിത്തറയില്ലെന്ന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. മേഖലയിൽ കുടുങ്ങിക്കിടക്കുന്ന ബ്രിട്ടീഷ് പൗരന്മാരെ ഒഴിപ്പിക്കാനുള്ള നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഒമാനിലെ മസ്കറ്റ് വിമാനത്താവളം വഴിയാണ് നിലവിൽ ചാർട്ടർ വിമാനങ്ങൾ സർവീസ് നടത്തുന്നത്. നിലവിലെ സാഹചര്യത്തിൽ നയതന്ത്ര ചർച്ചകൾ വിജയിക്കുമോ അതോ ലോകം മറ്റൊരു വലിയ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന കാര്യത്തിൽ വലിയ അനിശ്ചിതത്വം നിലനിൽക്കുന്നു. പണപ്പെരുപ്പ ഭീഷണി, പലിശ നിരക്ക് 4% മുകളിലേക്ക് ഉയർത്താൻ സാധ്യത. ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട്. യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ എണ്ണ, പാചകവാതക വില വർദ്ധിക്കുന്നത് UK-യിലെ പലിശ നിരക്ക് വീണ്ടും 4% മുകളിലേക്ക് ഉയർത്താൻ കാരണമായേക്കുമെന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എക്കണോമിക് ആൻഡ് സോഷ്യൽ റിസർച്ച് മുന്നറിയിപ്പ് നൽകുന്നു. ഇത് ലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് തിരിച്ചടിയാകും. ഓഗസ്റ്റ് 2024 മുതൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പലിശ നിരക്ക് 6 തവണയായി 5.25% നിന്ന് 3.75% കുറച്ചിരുന്നു. വസന്തകാലത്തോടെ ഇത് വീണ്ടും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു ആളുകൾ. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സംഘർഷം ശക്തമായതോടെ ഈ പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റു. നിലവിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് ഈ മാസം വീണ്ടും പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യത വിപണിയിൽ 5-1 കുറഞ്ഞിട്ടുണ്ട്. നൈസർ സാമ്പത്തിക വിദഗ്ധൻ എഡ് കോൺഫോർട്ട് പറയുന്നതനുസരിച്ച് ഊർജ്ജവിലയിലെ തുടർച്ചയായ ഞെട്ടൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പലിശ നിരക്ക് 4% മുകളിലേക്ക് ഉയർത്താൻ നിർബന്ധിതരാക്കിയേക്കാമെന്നാണ്. 2022 റഷ്യ ഉക്രൈൻ യുദ്ധത്തെ തുടർന്നുണ്ടായ ഉയർന്ന പണപ്പെരുപ്പത്തിന്റെ ഓർമ്മകൾ വീണ്ടും സജീവമായിരിക്കുകയാണ്. അന്നത്തെ 11.1% നിലവാരത്തിലേക്ക് വീണ്ടും എത്തുമോ എന്ന് ആശങ്കയുണ്ട്. മോർട്ട്ഗേജ് ദാതാക്കൾ ഇതിനകം കുറഞ്ഞ പലിശ നിരക്കിലുള്ള ഭവന വായ്പകൾക്കുള്ള പദ്ധതികൾ ഉപേക്ഷിച്ചു കഴിഞ്ഞു. റെയ്ഡുകളിൽ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തു. ആൻഫീൽഡ് മേഖലയിൽ നടന്ന വ്യാപകമായ പോലീസ് റെയ്ഡുകളിൽ ലക്ഷക്കണക്കിന് വിലപിടിപ്പുള്ള വസ്തുക്കൾ പിടിച്ചെടുത്തു. ഏകദേശം 300ഓളം ഉദ്യോഗസ്ഥർ പങ്കെടുത്ത ഓപ്പറേഷന്റെ ഭാഗമായി 30-ലധികം വീടുകളിൽ റെയ്ഡ് നടത്തി. ഈ റെയ്ഡുകളിൽ നിരവധി ജോഡി നൈക്കി 110 ഷൂകൾ, ജാക്കറ്റ്, ഒരു ഇലക്ട്രിക് മോട്ടോർ ബൈക്ക്, ഒരു ഡിസൈനർ വാച്ച് എന്നിവ കണ്ടെടുത്തു. ലിവർപൂൾ പോലീസ് രാവിലെ 5 മണിയോടെ ആരംഭിച്ച നടപടികൾക്ക് ശേഷം 230ഓളം ഉദ്യോഗസ്ഥർ രാവിലെ 6 മണിക്ക് വിവിധ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു. 36 വാറന്റുകളോടെ 46 സംശയിക്കപ്പെടുന്ന പ്രതികളെ ലക്ഷ്യമിട്ടായിരുന്നു റെയ്ഡ്. രാവിലെ 7 മണിയോടെ ആൻഫീൽഡിലെ വീടുകളിൽ പോലീസ് പ്രവേശിച്ചു. കഞ്ചാവ് കൃഷി നടത്തിയ സ്ഥലവും കണ്ടെത്തി. ഓപ്പറേഷൻ വാർഗാർഡ് എന്ന പേരിൽ നടന്ന ഈ റെയ്ഡുകൾ മേഖലയിലെ കുറ്റകൃത്യങ്ങൾ അമർച്ച ചെയ്യാനുള്ള ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു. ഇതിനോടകം 34 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. മയക്കുമരുന്ന് വിതരണവുമായി ബന്ധപ്പെട്ടവർ, ലൈംഗിക അതിക്രമണ കേസുകളിൽ പ്രതികളായവർ, ചിത്രങ്ങൾ കൈവശം വെച്ചവർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത്. ഇതിനു പുറമെ മയക്കുമരുന്നുകൾ, ആയിരക്കണക്കിന് പൗണ്ടുകൾ, ഡിസൈനർ വാച്ചുകൾ, 3 വൻ കഠാരകൾ, ഡിസൈനർ വസ്ത്രങ്ങൾ, ഷൂസുകൾ എന്നിവയും പിടിച്ചെടുത്തു. അടുത്ത ഓപ്പറേഷനും ഇതിനകം പദ്ധതിയിട്ട് കഴിഞ്ഞതായി പോലീസ് അറിയിച്ചു. ഇന്ത്യക്കാരനായ ബ്രിട്ടീഷ് പോലീസ് ഫെഡറേഷൻ തലവൻ അഴിമതി കേസിൽ അറസ്റ്റിൽ. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ സംഘടനയായ പോലീസ് ഫെഡറേഷൻ ഓഫ് ഇംഗ്ലണ്ട് ആൻഡ് വെയിൽസ് ചീഫ് എക്സിക്യൂട്ടീവ് മുകുന്ദ് കൃഷ്ണയെ അഴിമതി കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തു. അധികാരസ്ഥാനം ദുരുപയോഗം ചെയ്ത് അഴിമതി നടത്തിയെന്ന കുറ്റത്തിനാണ് ലണ്ടൻ സിറ്റി പോലീസ് ഈ ഇന്ത്യൻ വംശജനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതേ കുറ്റത്തിന് പോലീസ് ഫെഡറേഷനിലെ 51, 55 വയസ്സുള്ള 2 ദേശീയ ബോർഡ് അംഗങ്ങളെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ 1 വർഷമായി നടക്കുന്ന ഒരു സാമ്പത്തിക ക്രമക്കേടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനൊടുവിലാണ് അറസ്റ്റ്. മുൻ മാനേജ്മെന്റ് കൺസൾട്ടന്റായ മുകുന്ദ് കൃഷ്ണയ്ക്ക് 2024-ലും 2025-ലും 7 ലക്ഷം പൗണ്ട് വീതമായിരുന്നു ശമ്പളം ലഭിച്ചത്. മാത്രമല്ല ഈ 2 വർഷക്കാലവും അയാൾക്ക് 100% ബോണസും ലഭിച്ചിരുന്നു. 46-കാരനായ ഇന്ത്യൻ വംശജൻ ഉൾപ്പെടെ 3 പേർക്കെതിരെയുണ്ടായ അഴിമതി ആരോപണത്തെക്കുറിച്ച് ലണ്ടൻ പോലീസിലെ ഡൊമസ്റ്റിക് കറപ്ഷൻ യൂണിറ്റാണ് അന്വേഷണം നടത്തിയത്. സറേ, ബ്രിസ്റ്റോൾ, വെയിൽസ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും ക്യൂ മലയാള UK ന്യൂസിൽ നിന്നുള്ള വാർത്താ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.
നോട്ടിഫിക്കേഷനുകൾ ലഭിക്കുന്നതിന് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് എന്നിവയിലൂടെ Q മലയാളം UK ന്യൂസ് ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.